ഹായ്, ഹലോ, കേൾക്കാമോ? ഇല്ല, എനിക്കറിയാം. ഇന്നെല്ലാവരും നല്ല മന്തിയും ഷവർമയും ഒക്കെ ഉച്ചയ്ക്ക് കഴിച്ച് ഇങ്ങനെ ഇരിക്കുക, ഉറക്കം തൂങ്ങി. യേശുവിൻ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നവരല്ല, ഉണർന്ന എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്? ഇന്ന് അച്ഛനങ്കിളിന് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ഇന്ന് പപ്പായിക്കും മമ്മിക്കും വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ഇന്ന് സൺഡേ സ്കൂളിലെ ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? സ്കൂളിലെ പ്രിൻസിപ്പളിന് വേണ്ടി, ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ച എത്ര പേരുണ്ട്? ഇവരെല്ലാം കാണപ്പെട്ട ദൈവങ്ങളാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ നിങ്ങൾ അനുസരിക്കുമോ? പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും അനുസരണമുള്ള കുഞ്ഞുങ്ങളാണ്. നമ്മുടെ പാട്ടും ബൈബിൾ പഠനവും എല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തെ അനുസരിക്കുന്ന ദൈവമക്കളായി തീരണം. അങ്ങനെയെങ്കിൽ നമുക്കൊന്നിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. ഒന്നാമത്തെ സെഗ്മെൻറ്റ്, ഒന്നായി പാടാം. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? നമുക്ക് സൂപ്പർ ഹീറോ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ആരാണ്? നിങ്ങൾക്ക് എന്തായാലും സ്പൈഡർമാൻ, സൂപ്പർമാൻ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. എന്നാൽ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു സൂപ്പർ ഹീറോ ആരാണ്? നമ്മുടെ സ്വന്തം ദൈവമാണ്. അപ്പോൾ നമ്മൾ ഈ പാട്ടുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ദൈവത്തെ നമുക്ക് വർണ്ണിക്കാം എന്നുള്ളതാണ് ഈ പാട്ടിൽ നമ്മൾ പാടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആ പാട്ട് വേഗം പഠിക്കാം. He's the one who makes the sun shine. He's the one who puts the moon in the sky. He's the one who hung the stars one by one. Jesus, you're my superhero. You're my star, my best friend. Jesus, you're my superhero. You're my star, my best friend. Yeah, 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 yeah. You're my best friend. Yeah, 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 yeah. You're my best friend. He's the one who makes the birds sing. He's the one who makes the dream so high. He's the one who makes me smile day by day. Jesus, you're my superhero. You're my star, my best friend. Jesus, you're my superhero. You're my star, my best friend. Yeah, 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 yeah. You're my best friend. Yeah, 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 yeah. You're my best friend. ഇത്രയേ ഉള്ളൂ പാട്ട്. നമുക്ക് വേഗം ഇത് ഓരോ ലൈനായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് രണ്ട് ലൈൻ. He's the one who makes the stars shine. He's the one who puts the moon in the sky. He's the one who hung the stars one by one. നമുക്ക് ഒന്നുകൂടെ പഠിക്കാം. 1, 2, 3 start. He's the one who makes the sun shine. He's the one who puts the moon in the sky. He's the one who hung the stars one by one. ഇനി കോറസ് ആണ്. കോറസ് നമുക്ക് പെട്ടെന്ന് പഠിക്കാം, വളരെ സിമ്പിളാണ്. 1, 2, 3 start. Jesus, you're my superhero. You're my star, my best friend. Jesus, you're my superhero. You're my star, my best friend. Yeah, 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 yeah. You're my best friend. Okay, നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ് ഒന്ന് പഠിക്കാം. He's the one who makes the birds sing. He's the one who makes your dreams so high.
He's the one who make you smile day by day. Jesus, you're my superhero, you're my star, my best friend. Jesus, you're my superhero, you're my star, my best friend. പെട്ടെന്ന് പഠിച്ചോ? ഭയങ്കര എളുപ്പമല്ലേ പാട്ട് പഠിക്കാൻ? അപ്പോൾ നമുക്ക് ഈ പാട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് ഇരുന്ന് പാടാം. റെഡിയാണോ? ഒരുമിച്ച് പാടാം നമുക്ക്. ഓക്കെ. He's the one who makes the sun shine. He's the one who puts the moon in the sky. He's the one who hung the stars one by one. Jesus, you're my superhero, you're my star, my best friend. Jesus, you're my superhero, you're my star, my best friend. Yeah, 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 you're my best friend. Yeah, 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 you're my best friend. He's the one who makes the birds sing. He's the one who makes your dreams so high. He's the one who's make you smile day by day. Jesus, you're my superhero, you're my star, my best friend. Jesus, you're my superhero, you're my star, my best friend. Yeah, 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 you're my best friend. Yeah, 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 you're my best friend. ഇപ്പോൾ മനസ്സിലായോ നമ്മുടെ സൂപ്പർ ഹീറോ ആരാണെന്ന്? നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് ആണ്. നമ്മുടെ സൂപ്പർ ഹീറോ, നമ്മുടെ സ്റ്റാർ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം നമ്മുടെ സ്വന്തം ജീസസ് ക്രൈസ്റ്റ് ആണ്. ഇനി ഈ പാട്ട് നിങ്ങൾ എല്ലായിടത്തും പാടുക. സ്കൂളുകളിലാണെങ്കിലും സൺഡേ സ്കൂളിലാണെങ്കിലും എല്ലായിടത്തും എല്ലാവരെയും പഠിപ്പിക്കുക. ഓക്കെ, അടുത്തൊരു പുതിയ പാട്ടുമായി അച്ഛൻ വേഗം വരാം. അതുവരെ ബായ്. കുഞ്ഞുങ്ങളെ, ഉൽപ്പത്തി പുസ്തകം വേദപുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകമാണ്? എത്രാമത്തെയാ? ഒന്നാമത്തെ. യെസ്, കറക്റ്റ്. ഉൽപ്പത്തി പുസ്തകം വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകം. അതിൻ്റെ 1-ാം അധ്യായത്തിൽ ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി. അങ്ങനെയെങ്കിൽ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു കഴിഞ്ഞ് എല്ലാം സൃഷ്ടിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സൂര്യന് പ്രകാശം കൊടുത്തവൻ ആരാണ്? യെസ്, ദൈവം. ചന്ദ്രനെയും നക്ഷത്രത്തെയും സൃഷ്ടിച്ചത് ആരാണ്? യെസ്, ദൈവം. ആദാമിനെ അവയെ സൃഷ്ടിച്ചത് ആരാണ്? ദൈവം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മളെ ആരാ സൃഷ്ടിച്ചത്? ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ആ ദൈവത്തിൻ്റെ ചിറങ്കീഴിൽ നമുക്ക് വിനയപ്പെട്ട് ജീവിക്കാം, അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി യാത്ര ചെയ്യാം. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം, കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമാണോ? നമുക്കെന്നാ ഒരു കഥ കേൾക്കാം. കഥ കേൾക്കുന്നത് ഇഷ്ടമല്ലേ? ഒരു കഥ കേൾക്കാം. ആരെക്കുറിച്ചാണ് കേൾക്കുന്നതെന്ന് അറിയാമോ? സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ആരായിരുന്നു പൗലോസ്? നിങ്ങൾക്കറിയാമോ? പൗലോസിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവിൻ്റെ ശിഷ്യന്മാരെയും ക്രിസ്തു വിശ്വാസികളെയും നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു ആര്? പൗലോസ്, അല്ലെങ്കിൽ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. അങ്ങനെ അധികാരപത്രവുമായി ക്രിസ്തുവിനെ പിന്തുടരുന്നവരെ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിച്ച വളരെ
വലിയ ഒരു സൈന്യാധിപനായിരുന്നു ആര്? ഈ പൗലോസ് അല്ലെങ്കിൽ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. എന്നാൽ ഈ പൗലോസിനെ, ഈ ശൗലിനെ ദൈവം അവൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഒരു ദിവസം ഇങ്ങനെ അധികാരപത്രവുമായി കർത്താവിൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞ് പിടിച്ച് കൊല്ലുവാനായിട്ട് ആര് നടക്കുകയാ? ഈ പൗലോസ് അല്ലെങ്കിൽ ശൗൽ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അവൻ്റെ കുതിരപ്പുറത്ത് ഇങ്ങനെ ഓരോരുത്തരെയായി പിടിച്ച് തടവിലാക്കി ഇങ്ങനെ വരുമ്പോൾ, ദമസ്കോസ് പടിവാതിക്കൽ വരുമ്പോൾ അവിടെ വെച്ച് അവനെ കർത്താവ് വിളിക്കുന്നു. അതായത് പൗലോസ് കുതിരപ്പുറത്ത് വരുമ്പോൾ ഒരു വലിയ വെട്ടം ഉണ്ടാകുന്നു. ഈ വെട്ടം അടിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? കുതിരയുടെ മുകളിൽ നിന്ന് താഴെ വീഴുന്നു. താഴെ വീണ പൗലോസ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന് ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. അവൻ അന്ധനായിട്ട് തീർന്നു. അവൻ്റെ കാഴ്ച അവന് നഷ്ടപ്പെട്ടു. ഉടനെ അവൻ തിരിഞ്ഞു ചോദിക്കുന്നു, ആരാ 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 എന്ന്. കാരണം അവൻ വിചാരിച്ചു ഇവനെ ആരോ ആക്രമിക്കുവാനായിട്ട് വന്നതാണെന്ന്. ഉടനെ അവനൊരു വലിയ ശബ്ദമുണ്ടായി. ഇത് വേറെ ആരുമല്ല, ആരായിരുന്നു? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നുവെന്ന്. യേശുപ്പച്ചൻ പിടിച്ചു. യേശുപ്പച്ചൻ പിടിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ ഇന്നു മുതൽ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവനാകുമെന്ന്. അങ്ങനെ അവനെ സൗഖ്യമാക്കിയിട്ട് അവൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരെ നിയോഗിച്ചയച്ചു? പൗലോസിനെ യേശുപ്പച്ചൻ നിയോഗിച്ചയക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ പൗലോസ് ആരായിരുന്നു? യേശുപ്പച്ചനെ ഉപദ്രവിക്കുവാൻ വേണ്ടി ഇറങ്ങിയവനാ. എന്നാൽ യേശുപ്പച്ചൻ എന്ത് ചെയ്തു? അവൻ്റെ മനസ്സിന് ഒരു രൂപാന്തരം വരുത്തിയിട്ട് യേശുപ്പച്ചന് വേണ്ടി ആരെ ഉപയോഗിച്ചു? പൗലോസിനെ ഉപയോഗിച്ചു. എത്ര വലിയ മാനസാന്തരമുണ്ടായെന്ന് നോക്കിയേ. യേശുപ്പച്ചനെ ഉപദ്രവിക്കുവാൻ ഇറങ്ങിയവൻ യേശുപ്പച്ചന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവനായിട്ട് മാറ്റപ്പെട്ടു. നമ്മുടെ ജീവിതാനുഭവങ്ങളിലും രൂപാന്തരം ഉണ്ടാകേണ്ടത് ഇതുപോലെ ആയിരിക്കണം. ഈ പൗലോസിനെ പോലെ ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ള മനസ്സുള്ളവരായി തീരുവാൻ നമ്മളെക്കൊണ്ട് സാധ്യമായി തീരേണ്ടത് ആവശ്യമാണ്. യേശുപ്പച്ചൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ, അതായത് യേശുപ്പച്ചനെ സ്നേഹിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് മാറുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. യേശുപ്പച്ചൻ ആഗ്രഹിക്കും പോലെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നവരായി തീരുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. യേശുപ്പച്ചനെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കുവാൻ സാധിക്കണം. യേശുപ്പച്ചനെ നമ്മൾ അനുസരിക്കാറുണ്ടോ? യേശുപ്പച്ചനെ പൂർണ്ണമായി സ്നേഹിക്കാറുണ്ടോ? യേശുപ്പച്ചനിൽ പൂർണ്ണമായി വിശ്വസിക്കാറുണ്ടോ? പൗലോസ് യേശുപ്പച്ചനെ അനുസരിച്ചപ്പോൾ അത് അവൻ്റെ ജീവിതത്തിൽ എന്തായി തീർന്നു? അനുഗ്രഹമായി തീർന്നു. അവന് മാത്രമല്ല, സഭയ്ക്ക് മുഴുവൻ അവനൊരു അനുഗ്രഹമായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതവും അനുഗ്രഹമായി തീരണമെങ്കിൽ യേശുപ്പച്ചൻ്റെ വചനങ്ങളെ വിശ്വസിപ്പാൻ, യേശുപ്പച്ചനിൽ വിശ്വസിപ്പാൻ നമ്മളെക്കൊണ്ടും സാധ്യമായി തീരേണ്ടത് ആവശ്യമാണ്. അതിന് കർത്താവ് യേശുപ്പച്ചൻ നമ്മളെ ഓരോരുത്തരെയും എപ്പോഴും സഹായിക്കുമാറാകട്ടെ. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? പൗലോസിനെ പറ്റി മനസ്സിലായോ? അങ്ങനെയെങ്കിൽ പൗലോസിനെ പോലെ യേശുപ്പച്ചൻ്റെ ശുശ്രൂഷയ്ക്ക് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം, നമ്മളെ തന്നെ നമുക്കൊന്ന് ഒരുക്കാം. നമുക്കും പൗലോസിനെ പോലെ യേശുപ്പച്ചൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്ന് ഇറങ്ങുവാനായിട്ട് തീരുമാനിക്കാം. അതിന് ദൈവം നമ്മളെ ഇടയാക്കട്ടെ. അങ്ങനെയെങ്കിൽ മറ്റൊരു കഥയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബായ്. കുഞ്ഞുങ്ങളെ, നമ്മൾ പാട്ട് പഠിച്ചു, കഥ പഠിച്ചു. ഈ പാട്ടും കഥയും നമുക്ക് തരുന്നോ ഈ എനർജി. യെസ്, എന്താണ് എനിക്ക് കാണാം അവിടെ ജോഷുവായും ജോനത്താനും റോബിനും ജോബിനും ജെസ്സിക്കായും ജാസ്ലിനും ജോയലും ജോയാനായും ഒക്കെ ഇങ്ങനെ യെസ്, ഇതൊക്കെ നമുക്ക് കരുത്ത് നൽകുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ പാട്ടും കഥകളൊക്കെ നമ്മളെ അവിടുന്ന് മോൾഡ് ചെയ്യുക. ടു ബി വിത്ത് ക്രൈസ്റ്റ്, ഓൾവേസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ നമ്മളെ ബലപ്പെടുത്തുന്ന ചില ഗീതങ്ങളും ചില കഥകളുമാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. നമ്മുടെ സാം മാത്യു അച്ഛൻ പപ്പറ്റുമായിട്ട് വന്നിട്ടുണ്ട്. കേൾക്കാം, അനുസരിക്കാം.
അച്ചായ, 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 ദേ അച്ഛൻ വന്നിരിക്കുന്നു, നോക്കിക്കേ. ഇതെന്നാ ഇരിക്കാന്നേ? അച്ഛൻ അന്ന ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. എന്താ അച്ചായ, എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഒന്നും കറിയണ്ട അച്ഛാ, 2 കൊച്ചുമക്കളുണ്ടല്ലോ, അവർക്കൊന്നും ഞങ്ങളെ ഇപ്പം വേണ്ട. നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നേ? അവരൊക്കെ തിരക്കല്ലേ, കടിക്കല്ലേ? ഞങ്ങളല്ലേ അതൊക്കെ നോക്കി ചെയ്യേണ്ടത്. നല്ല കുഞ്ഞുങ്ങളല്ലേ അവര്, ഞങ്ങളുടെ ഓൻ്റെ മക്കളല്ലേ. ആ, അവൻ്റെ മക്കളാ, അടിക്കുക ഒക്കെ ശരിയാ. പക്ഷെ ഒരു 5 മിനിറ്റ് എൻ്റെ കൂടെ ഒന്ന് ഇരുന്നൂടെ? കുഞ്ഞിലെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പച്ചാ, നമ്മുടെ തലമുറ ഒരുപാട് മാറുകയാണ്. ആറി ഞങ്ങളെ മറക്കുകയാണ്. നിങ്ങളെ മറക്കുന്നതല്ല, അവരുടെ സമയവും അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനല്ലേ അച്ഛാ. ന്യായീകരിക്കാൻ ഒരുപാടുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയുന്നേ? അവർ ഞങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ, അവർ ഞങ്ങളെ മറന്ന് പോകുമോ? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം ഓർത്ത് വിഷമിക്കുന്നേ? അച്ഛാ, ഇത് ഇവിടുത്തെ കാര്യം. ഒരു കാര്യമില്ലാതെ വിഷമിച്ചിരിക്കുക, ഓരോന്ന് ചിന്തിച്ച് കൂട്ടുക, ആലോചിച്ചിരിക്കുക, എന്നിട്ട് വിഷമിച്ചു കരയുക. ഈ അച്ഛൻ്റെ ഒരു കാര്യം. ലീലാമേ, നീ ഒന്ന് മനസ്സിലാക്കാതെ പറയല്ലേ. അച്ഛനറിയാം തലമുറയുടെ കാര്യം. അപ്പച്ചാ, നമ്മൾ പള്ളിയിലും കിട്ടുന്ന സമയത്തെല്ലാം മക്കളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വീട്ടിൽ ഇന്ന് ഈ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇല്ല. തലമുറകൾ മാറുമ്പോൾ പ്രായമുള്ളവരും നരച്ചവരും ഒക്കെ ഇല്ലാതാവുകയാണ്. നരച്ച തല തന്നെ ഇന്ന് പള്ളിയിലും കാണാനില്ലല്ലോ. ഡൈ ചെയ്യാത്ത ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, ശരിയാ. ഡൈ ചെയ്താലും ഡൈ ചെയ്തില്ലേലും നിങ്ങൾ വല്യപ്പന്മാരും വല്യമ്മമാരും ഇന്ന് പല വീടുകളിലും വിഷമിക്കുക. അതെ അച്ഛാ, ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ വർഗീസ് അച്ചാനും ആരുടെ കുടുംബം നോക്കിക്ക്, മക്കളെല്ലാം വിദേശത്താണ്, കുഞ്ഞുങ്ങളൊന്നും കൂടെയില്ല. എന്നാൽ അവർ ഫോൺ ചെയ്യും, വീഡിയോ കോൾ ചെയ്യും, സംസാരിക്കും. ഇവിടെ കൂടെ ഉണ്ടായിട്ടും എന്തു പ്രയോജനം? അച്ഛാ, ശരിയോ? അച്ഛൻ പറയുന്നതെല്ലാം കാര്യമുണ്ട്. അവർ സംസാരിക്കുന്നില്ല, അവർ മിണ്ടുന്നില്ല, അവരവരുടെ ലോകത്തില്ല. വന്നു കഴിഞ്ഞാൽ ഫോണും കൊണ്ടിരിക്കും, സന്ധ്യ വരെ അതുകൊണ്ടിരിക്കും. ഡാഡിയും വന്നു കഴിയുമ്പോൾ കുളിച്ച് കടിക്കാൻ കയറും, പിന്നെ കിടന്നുറങ്ങും. ഞങ്ങൾ നേരത്തെ കഞ്ഞി കുടിച്ച് കിടക്കുന്നത് കൊണ്ട് പിള്ളേരുടെ കൂടെ ഇരുന്ന് കഴിക്കാനും പറ്റുന്നില്ല. ശരിക്കും വിഷമം അച്ഛാ. ശരിയാ അപ്പച്ച, ശരി അമ്മച്ചി, നിങ്ങൾ പറയുന്നത് ശരിയാ. ഇന്നത്തെ തലമുറ നിങ്ങൾക്ക് പ്രാധാന്യം തരുന്നില്ല, നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നില്ല, നിങ്ങളോട് ഇടപെടുന്നില്ല, നിങ്ങളുടെ കൂടെ കളിക്കുന്നില്ല. കൊച്ചിലെ അവർ കളിച്ചതിൻ്റെ പകുതി പോലും അവർ കളിക്കാൻ സമയമെടുക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമവും ആഗ്രഹമൊക്കെ മനസ്സിലാക്കുന്ന അച്ഛൻ മനസ്സിലാക്കിയാൽ അവരോട് പറയണം, ഒരു 5 മിനിറ്റിൽ അമ്മച്ചി അക്കച്ച എന്ന് പറഞ്ഞ് ഒന്ന് കളിക്കണം, ഞങ്ങളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണം. ശനിയാഴ്ചയൊക്കെ അവധിയല്ലേ പ്രിയ കൂട്ടുകാരെ. ഈ അപ്പച്ചനെയും അമ്മച്ചിയെ പോലെ നിങ്ങളുടെ വീട്ടിലുണ്ടോ അപ്പച്ചന്മാരും അമ്മച്ചിമാരും? നിങ്ങൾ അവരോട് കളിക്കാറുണ്ടോ? അവരുടെ കൂടെ ഗെയിം കളിക്കാറുണ്ടോ? അവരോട് ചേർന്ന് വർത്തമാനം പറയാറുണ്ടോ? അവരുടെ കൈ പിടിച്ച് നടക്കാറുണ്ടോ? അച്ഛാ, കൈ പിടിച്ച് നടന്ന കാലം മറന്ന. ശരിയാ, പണ്ടൊക്കെ ഞങ്ങളുടെ കൈ പിടിച്ച് കുഞ്ഞുങ്ങളെ ഗോതടത്തിലൂടെ നടത്തുമായിരുന്നു. അയ്യോ, അതൊന്നും ഇല്ല. ഇങ്ങനെ പറയുന്നത് ശരിയാ. ശരിയാ, തീർച്ചയായും. തലമുറകൾ സമയം മുമ്പോട്ട് പോകും തോറും പലതും മറക്കുകയാണ്. മറക്കല്ലേ കുഞ്ഞുങ്ങളെ, ഇവരുടെ ശിഷ്ടായുസ് ഇനി അധിക നാളില്ല. അപ്പച്ചൻ്റെ കാര്യമല്ല പറഞ്ഞത്, പൊതുവേ പറഞ്ഞതാ.
അപ്പച്ചൻ വിഷമിക്കേണ്ട. ആ ശരിയാ, ഇനി അധിക നാളില്ല. ഉള്ള സമയം അവർ സന്തോഷത്തോടെ ജീവിപ്പാൻ നിങ്ങളുടെ സൗഹൃദം, നിങ്ങളുടെ കൂട്ട് അവർക്ക് ആവശ്യമാണ്. അച്ഛനും അമ്മച്ചിയും വിഷമിക്കേണ്ട. അച്ഛൻ ഇന്ന് തന്നെ കുഞ്ഞുങ്ങളോട് പറയും, അവർ മാറും, അവർ പഴയ പോലെ സ്നേഹിക്കും. സന്തോഷമായോ? സന്തോഷമായി. ശരി അച്ഛാ, ചായ എടുക്കട്ടെ? ചായ വേണ്ട. ഇട്ടതുണ്ടോ? ഇട്ടതുണ്ട്. എന്നാൽ മധുരമില്ലാത്തൊരു ചായ എടുത്തോ. ഓക്കെ. വത്സങ്ങ, ഒരു ചായ എടുത്തേടി. ആ, നീ അങ്ങോട്ട് കൈ എടുക്ക്. അച്ഛനോട് ഞാൻ 1-2 രഹസ്യം പറയട്ടെ. ഓക്കെ അപ്പച്ച. അപ്പച്ചൻ രഹസ്യം പറ. അമ്മച്ചി പോയി ചായ എടുക്ക്. രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾ ഇനി നല്ല കമ്പനി തരുവേ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാർക്കും നിങ്ങളാണ് നല്ല കൂട്ടുകാർ. ആ സൗഹൃദം പങ്കിടുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണു നിറഞ്ഞു പാവത്തിൽ കണ്ണു നിറഞ്ഞു. തിരികെ പോകാൻ എന്നുരച്ചു നയമാൻ ഹരിതുകുരോ കര പിടിച്ചു ദാസ. തിരികെ പോകാൻ എന്ന് വിളിച്ചു നയമാൻ ഹരിതുകുരോ കര പിടിച്ചു ദാസ. 7-ാം വട്ടം മുങ്ങിയപ്പോ എല്ലാം സുന്ദരനെ. 7-ാം വട്ടം മുങ്ങിയപ്പോ എല്ലാം സുന്ദരനെ. പാവനയമാൻ പാവത്തിൽ കണ്ണു നിറഞ്ഞു. പാവനയമാൻ പാവത്തിൽ കണ്ണു നിറഞ്ഞു. താങ്ക് യു. ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുന്നത് കേട്ടപ്പോൾ ഒരാഗ്രഹമുണ്ടോ എൻ്റെയും വീഡിയോ വരണമെന്ന്? ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞേ. ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഇതേ ഫോമിൽ പിടിച്ച് പാട്ട് റെക്കോർഡ് ചെയ്യണം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ട് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത സെഗ്മെൻറ്റിൽ നിങ്ങളുടെ പാട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. തയ്യാറാണോ? അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച കാണും വരെ ബൈ.